തൃശൂരിലെ കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. വാദ്യമേളങ്ങളുടെ നാട്ടിൽ കൊട്ടിക്കയറി തിരുവനന്തപുരത്തിന്റെ അഭിമാന താരങ്ങൾ. ചെണ്ടയും കുഴൽവിളിക്കും ഉയർന്ന മണ്ണിൽ ഡ്രംസും ട്രംപറ്റും വിസ്മയം തീർക്കുകയാണ്. സംസ്ഥാന കലോത്സവത്തിനായി ഏറെ നാൾ നീണ്ട പരിശ്രമം നടത്തിയെന്ന് കാർമൽ HSS സ്കൂളിലെ വിദ്യാർത്ഥികൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ട് കാണാം. കാർമൽ HSSലെ കുട്ടികളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് ചേരുന്നത്. അനന്തപുരിയുടെ മണ്ണിൽ നിന്നും വടക്കുനാഥന്റെ മണ്ണിലോട്ട് വന്നപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞങ്ങൾ ഒരു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറെ നാൾ പ്രാക്ടീസ് ചെയ്താണ് ഞങ്ങൾ തൃശ്ശൂർ വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തതിന്റെയും നല്ലോണം ഇവിടെ വരാൻ പറ്റിയതിന്റെയും നല്ലോണം ചെയ്യാൻ പറ്റിയതിന്റെയും സന്തോഷമുണ്ട്. തീർച്ചയായും സന്തോഷമുണ്ട്. അതിലുപരി ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇവിടുത്തുകാർക്ക് നിങ്ങൾ തിരുവനന്തപുരക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സന്തോഷം എന്താണ്? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്, അതായത് കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഇവിടെ പൂരത്തിന്റെ നാടായ തൃശ്ശൂരിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഈ പൂരത്തിന്റെ നാടാണ് തൃശ്ശൂര്. അപ്പം മൊത്തത്തിൽ ഇവിടെ ചെണ്ടവും ചേങ്ങലയും ഇലത്താളവും ഒക്കെയാണ് കൂടുതലായി മുറങ്ങുന്നത്, കൊമ്പുകുഴികളൊക്കെയാണ് മുറങ്ങുന്നത്. ഈ ട്രംപറ്റും ബാൻഡും എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ബാൻഡും ഡ്രമ്മിന്റെയും ട്രംപറ്റിന്റെയും ഫോണത്തിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവരെല്ലാരും പോലെ തന്നെ വളരെ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു നാടൻ കലയിൽ നിന്ന് മാറി ഒരു വെസ്റ്റേൺ ബാൻഡ് എന്ന് പറയുമ്പോൾ അതിവിടെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ആളുകളുടെ മുഖത്തും വല്ലാത്തൊരു സന്തോഷമുണ്ട്, ഒരു കൗതുകമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ കൗതുകത്തെ നോക്കിക്കാണുന്നത്? ഞങ്ങളവിടെ തന്നെയും വെയിലത്ത് പോലും എല്ലാം കുറെ വെയിലത്ത് പോലും ഞങ്ങൾ ചെയ്ത ഫോർമേഷനൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണ്. കാരണം ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടും എല്ലാവരും അത് കാണാൻ തയ്യാറുണ്ടല്ലോ. ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ഉച്ചയാണ് ഇത്ര വെയിലത്ത് പോലും ഞങ്ങൾ വന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് പ്രൗഡുണ്ട്. അതായത് വടക്കുനാഥന്റെ മണ്ണാണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. വാദ്യമേളങ്ങൾ അതിന് ഒട്ടും കുറവ് വരുത്താത്ത നാട്ടിൽ അതിന്റെ 100% തനിമയോടുകൂടി, അതിന്റെ 100% ആത്മാർത്ഥതയോടുകൂടി ഈ കലോത്സവ വേദിയിൽ ഇവർ കാഴ്ചവെക്കുകയാണ്.